കുറേ പേര് എന്നോട് ചോദിച്ചല്ലോ കരയുടെ മുടി വെച്ചതിന് ശേഷം എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഇടുമെന്നുണ്ട്. പക്ഷേ എനിക്ക് നേരില്ലാത്ത കാരണം വേറെ ഒന്നുമല്ല. പിന്നെ മുടിയുടെ പ്രത്യേകിച്ച് കെയറിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മുടി രാത്രി ആകുമ്പോൾ ചിക്ക് കളഞ്ഞ് മെടഞ്ഞിരിച്ച് കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഞാൻ മെടഞ്ഞതൊക്കെ അയച്ചിട്ട് നമ്മൾ സ്വതവേ നമ്മുടെ വീട്ടമ്മമാരുടെ അമ്മ കെട്ടില്ലേ അത് കെട്ടി വെച്ചാട്ടോ. അങ്ങനെ കെട്ടിയാലേക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ കഴുത്തിൻ്റെ മേലെ മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ കിടക്കി വിരി, അതായത് ഞാൻ എണീച്ച ശേഷം ഉണ്ണോളം എണീച്ചെങ്കിലാണ് ഞാൻ കിടക്കി വിരിക്കാൻ നിൽക്കാറുള്ളൂ. അല്ലെങ്കിൽ അന്വേട്ടനാണ് കിടക്കി വിരിക്കാറ്. ഞാൻ എണീച്ചതിൻ്റെ ഒപ്പം ഉണ്ണോളം എണീച്ചാൽ അപ്പോൾ ഞാൻ കിടക്കി വിരിക്കും. എൻ്റെ ഇടയിൽ പൊന്നു വീഡിയോ കോൾ ചെയ്തിട്ട് അത് എന്നും അങ്ങനെയാണ്. ഒന്നിനും പൊന്നു രാവിലെ നേരത്തെ വെച്ചാൽ പൊന്നു വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണിയോട് ഏകദേശം ആകുമ്പോഴേ ഞാൻ വിളിക്കുള്ളൂ കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാർത്ത് ഉറങ്ങാണ്ട് ചിലപ്പോൾ അവർ വൈകിട്ടൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഉറങ്ങട്ടെ, ഞാൻ വിളിച്ച് ശല്യമാണല്ലോ. പിന്നെ കാർത്തു ഫോൺ അടിക്കണതിൻ്റെ ശബ്ദം കേട്ട് ഞാൻ അപ്പം കാർത്തു എനിക്ക് കേട്ടോ. അങ്ങനെ കിടക്കി വിരിയും കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം നമ്മൾ അടുക്കളയിൽ കയറിയിട്ടാണ്. അപ്പോൾ രാവിലെ എന്നെ കുളിക്കാമെന്ന് വെച്ചിട്ട് ചൂടുവെള്ളം വെച്ചു അടുപ്പത്. പക്ഷേ കുളിയൊന്നും നടന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും വീട്ടിൽ നടക്കുക. അങ്ങനെ രാവിലെ എന്നെ കുണിക്കുക എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ ചൂടുള്ള കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ കുണുക്കിന് ഭൂരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭൂരി ഉണ്ടാക്കാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മീനച്ചാറ് ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ടായിട്ട് അപ്പുറത്ത് വെച്ചു. മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻകറി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്തു. അതിൽ ഞാൻ ഒരു വലിയതും ഒരു ചെറുതും മാത്രമേ കറിക്ക് എടുത്തുള്ളൂ. ബാക്കി പൊഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് വേണ്ടതല്ല, എന്താ വെച്ചാൽ പിള്ളേർ മാത്രമല്ല കഴിക്കണുള്ളൂ, ഞാനും ഒന്നും കഴിക്കണില്ലല്ലോ. കാരണം കറി ഞാനാണ് കുറച്ച് കൂടുതൽ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അതുപോലെ കുഞ്ഞടക്കള ഞാൻ ജനല തുറന്നിട്ടാലേ നമുക്ക് അതിനുള്ള പണി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ആദ്യം വേറെ തുണിയോട് തുടച്ചു, പിന്നെ ടിഷ്യൂ എടുത്തിട്ട് ഒന്നുകൂടി തുടച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ പൂരിക്ക് പരത്തണ്ടേ. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് സോപ്പിട്ട് കഴുകി തുണിയോട് തുടച്ച സ്ഥലം കേട്ടോ. പിന്നെ നമ്മളിതാ പൂരിക്ക് കുഴച്ചിട്ട് പൂരി ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടുണ്ടാക്കണം കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല, ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ കുണുക്കമ്മോൻ്റെ ഭൂരി മസാല വേണ്ടത്ര നല്ല ആഗ്രഹം. ഭൂരി മസാല ആക്കണം. ഞാൻ ചോദിച്ചു പത്തിരി പോലെ നൂലപ്പം പോലെ ഞാൻ ഉരുളൻ വേറെ കറിക്ക് വേണ്ടി എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇല്ല അമ്മ അന്ന് ഭൂരി മസാല കഴിക്കാൻ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഭൂരി മസാല ഉണ്ടാക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പും മൈദ ഇടാറുണ്ട്. ഇന്ന് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടുള്ളൊരു ഭൂരി കേട്ടോ. അതിൽ ഒരു 2 ടീസ്പൂൺ റവയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നല്ല പച്ചവെള്ളത്തിൽ നന്നായി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഭൂരിയല്ല ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു തൊഴിലക്കേടാവും. അപ്പം ഇത് ഭൂരി ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു. ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് കഴിക്കാൻ പറ്റിയതാണ് പ്രശ്നം. എനിക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഭൂരി മസാല കേട്ടോ. എനിക്കങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. നമ്മൾ വീട്ടിലുള്ള ഉണ്ടാക്കുന്ന പൂരിയോടെ കൂടുതൽ ഇഷ്ടം. പുറത്തെ പൂരിക്ക് കഴിക്കാനാണ് പ്രശ്നം. നമ്മൾ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പൂരിക്ക് അവർ പുറത്തൊക്കെ കൂടുതലും മൈദയും കാര്യങ്ങളൊക്കെ ചേർത്ത്, നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലും ഗോതമ്പ് പൂരിയില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ. ഞാൻ പൂരിനൊക്കെ ശരിക്കും മൈദ ചേർക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഇന്ന് അതില്ല. ഇന്ന് എന്താ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ്? പൂരി. കുളിക്കാം എത്ര പൂരിയാണോടാ? എത്ര പൂരിയാണോ? 3 മതി. അങ്ങനെ കുണുക്കതേ ഭയങ്കര ഹാപ്പിയിലായിട്ടായിരുന്നു. ഭൂരി ഉണ്ടാക്കുന്ന ഒരു ഹാപ്പിനെസ്സിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വയ്യാണ്ടായി ഡയറ്റും കാര്യങ്ങളും തുടങ്ങിയതിന് ശേഷം ബട്ടൂരും ഭൂരിയൊക്കെ ഉണ്ടാക്കൽ കുറവാട്ടോ. സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കി എന്നാൽ നമുക്ക് ടെൻഷൻ, നമുക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നേട്ടം പറയും വേണ്ട, ഉണ്ണിക്ക് കഴിക്കാൻ പറ്റാത്തതാണ് അങ്ങനത്തെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടാറ്. പക്ഷേ പിന്നെ ഉണ്ണിയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിവ് ദിവസങ്ങൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഭൂരി അങ്ങനെ ഞാൻ പൂരിക്കുള്ള മസാല ഉണ്ടാക്കാൻ പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പലരും പല തരത്തിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ 2 കുഞ്ഞ് സബോള എടുത്തു, ഒരു തുണ്ട് ഇഞ്ചി, ഒരു 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ വെളുത്തുള്ളി ഇടുക. എന്താ വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഗ്യാസാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ വെളുത്തുള്ളി ഇടും, അത് ഇഷ്ടമുള്ളവർ കിട്ടാൻ മതി കേട്ടോ. ക്യാരറ്റ് ഇടണം, ഒരു ക്യാരറ്റ് ഇടാം. എനിക്ക് ക്യാരറ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ ഇടാം. ഞാൻ
ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നതിനപ്പോൾ ക്യാരറ്റും പുഴുങ്ങിയെടുക്കാം കേട്ടോ. പിന്നെ ദേ ഒരു 5-8 പച്ചമുളക് ഇട്ട് എരിവിനനുസരിച്ച് പച്ചമുളക്. പിന്നെ നമ്മളത് കുക്കർ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ പിന്നെ ആദ്യം ഇടാൻ പോണത് കടുക് പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഞാനായിരിക്കും കുറച്ച് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളകും ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും അത് ചെയ്യുമോ എന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ ഇടാൻ പോണത് പരിപ്പും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒരു 1/4 ടീസ്പൂൺ വീതം വറ്റൽമുളക് ഇട്ടാൽ. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ ഇതേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിട്ടു കേട്ടോ. പിന്നെ അതൊന്ന് വാടി എന്നോടുകൂടി ഒരുപാട് വാടൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ വണങ്ങി വരേണ്ട ഒരു ആവശ്യമില്ല. മസാല ജസ്റ്റ് ഒന്ന് വാട വേണ്ട. പിന്നെ നമുക്കൊരു അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി എന്നോടുകൂടി നമ്മൾ ആ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതൊന്ന് വാടി വരുന്ന ഒരു 3/4 വാട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കൊരു 1/4 ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എരിവ് നല്ലോണം വേണം. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നില്ലെങ്കിലും ഇവിടെ ഇവർക്ക് അച്ഛനും മക്കൾക്കെല്ലാം എരിവ് വേണം, എന്നാലേ ഒരു ചൊടി ഉണ്ടാവുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ചൊരു 5-8 കൂടുതൽ ഇട്ടിട്ടുണ്ട് എരിവിനനുസരിച്ച്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചാൽ കേട്ടോ, അത് ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി അതിനോട് കൂടിയിട്ട് കുറച്ച് വെള്ളം ഒരു എന്താ പറയുക ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഗ്രേവി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ പതുക്കെയാണ് കേട്ടോ ഡബ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ സമയം എനിക്ക് ഇവിടെ സമയം എത്രയും 12 രാത്രി 12 ഉണ്ണോളവിടെ ഉറങ്ങുകയാണ്. ആ നേരത്താണ് വീഡിയോ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് കറിയിൽ. എല്ലാവരും ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പശുമ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് പശുമ്പാൽ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാല് നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പശുമ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പശുമ്പാൽ ഒരു 1/2 ഗ്ലാസ്. അത് നമുക്ക് ഗ്രേവി ലൂസിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാല് പിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ പച്ചപ്പാൽ ഒഴിക്കേണ്ട, കാച്ചിയ പാൽ ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ അങ്ങനെ പാൽ ഒഴിച്ചപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഭൂരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, അടുപ്പ് കത്തിച്ചു. ദേ ഭൂരിക്ക് മസാല നമ്മൾ ഉരുളൊക്കെ ഉരുട്ടി വെച്ചു. പിന്നെ അതിങ്ങനെ പരത്തി എടുക്കാം. സത്യം പറഞ്ഞാൽ 2 ആളുടെ ഈ സുഖമായിട്ട് പരത്തിനും ചൂടിലും പെട്ടെന്ന് കഴിയട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മ പരത്തി ഞാൻ ചുട്ടെടുക്കും. അതിപ്പോൾ എന്ത് സാധനം പത്തിരിയാണെങ്കിലും പരത്തി ചുട്ടും അങ്ങനെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കില്ല കഴിയും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വേറെ ആരും ഇല്ലാത്താനും ചൂടിലും പരത്തിലൊക്കെ എൻ്റെ വകയാണ്. പൊന്നു കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ പൊന്നാണ് കേട്ടോ ഈ ഒരു പണിക്കൊക്കെ കൂടെ എൻ്റെ ഒപ്പം നിൽക്കാറ്. ചപ്പാത്തി ചൂടാനും പിടിക്കാനൊക്കെ പൊന്നു നിന്നിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ ഞാൻ എന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ കുണക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കണ്ട അടിപൊളി ഭൂരി മസാല അല്ലേട്ടൻ പറയുന്നത് ടേസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റയിലിങ്ങനെ കാണുന്നു കേട്ടോ. ഇങ്ങനെ ചോറ്റും പാത്രത്തിൽ ചോറിനാണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഉച്ച നേരത്തെ ചോറ്റും പാത്രം തുറക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സ്മെല്ലല്ലേ കേട്ടാ. മുതിരച്ചാറ് വേണം. എന്റെ അമ്മ അടപ്പത്തെല്ലാം അന്ന് സ്റ്റവൊന്നും ഇല്ലല്ലോ. എന്റെ അമ്മ ചോറ്റും പാത്രത്തില് ചോറാക്കുകയാണെങ്കിൽ എനിക്ക് മുതിരച്ചാറ് വേണം. തലേ ദിവസം അടുപ്പത്ത് വെള്ളത്തിലിട്ടേക്കും. അടുപ്പിന്റെ മുകളിൽ കടലിന്റെ ചൂടുണ്ടാവില്ല. അപ്പൊ ഒരു പാത്രത്തിലാക്കി തൈല് വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഈ കണ്ട ആൾക്കാർക്കൊക്കെ വെച്ചുണ്ടാക്കാം. അതാന്ന് കുക്കറും ഗ്യാസ് അടുപ്പൊന്നും ഇല്ലല്ലോ. കുക്കറും ഇല്ലേ, ഗ്യാസ് അടുപ്പില്ലേ. കുക്കറിലുണ്ടെങ്കിൽ വിസിലടിപ്പിച്ച് പോവായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടാവും. എന്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ കുക്കറുണ്ട്. ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലില്ല. അത് നിങ്ങൾ പോർക്കുളത്തേക്ക് വന്നിട്ടില്ല. പോർക്കുളത്തേക്ക് ഗ്യാസ് വന്നിട്ട് ഞാൻ വന്നതിന് ശേഷം വർക്കത്ത് പറഞ്ഞത് അങ്ങനെയാ. ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് അന്ന് രാത്രി പൂവത്തേക്ക് ഗ്യാസ് നടത്താൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ തെണ്ടി പോയെന്നെ. എനിക്ക് അടുപ്പൂതിന് ചെയ്തില്ലേ. അപ്പൊ ആ ചോറ്റും പാത്രത്തില് മുതല ശരിക്കും വന്നിട്ടൊന്നും ഉണ്ടാവില്ല. കല്ലച്ച് കൊടുക്കും. അതിനെ കഴിക്കുമ്പോ വേറെ ടേസ്റ്റ് ആട്ടോ. പിന്നെ വെളുത്തുള്ളി വെറുതെ ചാറും ഉണ്ടാവും. മുതലച്ചാറ് മാത്രം ഞാൻ മെയിൻ ആയിട്ട് ഉണ്ടാവും. കുറച്ച് മുതല് ചോറ്റും പാത്രം ഇങ്ങനെ പിടിച്ചു പോകണം, അല്ലെങ്കിൽ അത് ചാറ് പോവും. ചോറ്റും പാത്രം ഇങ്ങനെ പിടിച്ചിട്ടാ പോവാ സ്കൂളിക്ക്. അത് ഭദ്രമായിട്ട് കൊണ്ടുപോകും. തിന്നാതല്ലേ ഒരു ബുക്ക് മിസ്സായാലും കുഴപ്പമില്ല. അത് മുക്ക് പോയി നമുക്ക് കുഴപ്പമില്ല. പാത്രം ഒരു പൊട്ടാൻ പ്ലേറ്റിന്റെ പകുതി ഉണ്ടാവും. പിന്നെ ചമ്മന്തി പൊടിച്ചതിന്റെ തലേദിവസം അല്ലാണ്ട് അന്നൊന്നും പറ്റില്ല. തലേദിവസത്തൊക്കെ ചട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ നുള്ളയിലിട്ടുണ്ടാവും. ഞാൻ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു വേവാത്ത മുതല വിസിലടിപ്പിക്കാൻ
എളുപ്പം എനിക്കാണെങ്കിൽ കുറച്ച് പണി. എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് തോന്നുന്നു 2ൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചപ്പോൾ, അമ്മയുടെ അമ്മ മരിച്ചപ്പോൾ എന്നെ ഇവർ ഇവിടുന്ന് പറിച്ച് അങ്ങോട്ട് നട്ടു. അതായത് വരടെ സ്കൂളിൽ നിന്ന് പേരാന സ്കൂളിൽ കൊണ്ട് നട്ടു. അവിടെ പച്ചാച്ചനും 2 മേമമാരും ഒരു മാമനുള്ളത് കേട്ടോ. അപ്പൊ മേമമാർക്ക് തുണക്കി എന്നെ ആരും കിട്ടിയില്ല. ഇന്നെ കൊണ്ടിട്ടു നല്ല വാശിക്കാരിയായിരുന്നു. ഇപ്പൊ നല്ല കുട്ടിയാ, സത്യം പറയാലോ, വെറുതെ പറയല. കുറച്ച് കാലൊക്കെ നല്ല വാശിയായിരുന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ട് വാശിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ വാശി എന്ന് വെച്ചാൽ ടെൻഷൻ കൂടി ഇപ്പോഴാണ് വാശി, കുറെ ടെൻഷൻ ആയിപ്പോഴാണ്. മറ്റത് ഇങ്ങനെ എന്നാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരു വാശിയും ദേഷ്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം ശരി. അപ്പൊ നോക്കുക കറക്റ്റ് പറഞ്ഞപ്പോ അപ്പൊ എന്നെ കൊണ്ട് അവിടേക്ക് ആക്കി. ആക്കുമ്പോ വെച്ചാ അവിടെ ഷാപ്പില് മാമന് കറിക്കച്ചവട ഷാപ്പാ. അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, കൊള്ളിഷ്ടുണ്ടാവും, ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടാവും, ബീഫ് ഉണ്ടാവും. ഇത് എന്നും രാവിലെ സ്കൂൾ പണിക്കാൻ ഇതൊക്കെ മേമ്മമാരാക്കി വെച്ചിട്ടുണ്ടാവും. ശബ്ദം ഉണ്ടാക്കണ അപ്പൊ ഇത് ചുരുമ്പതിലുണ്ടാവും. എന്നാലും എനിക്ക് ഡെയിലി കോഴിമുട്ടയില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ല. ആ ശീലം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ എനിക്ക് ഇങ്ങനെ 20-25 കോഴിമുട്ട മേടിച്ചോണ്ട് തരും. അതിന്ന് അങ്ങനെ ഒരാളായിട്ട് എടുത്തു ഞാനങ്ങനെ അറിഞ്ഞ കരുതുള്ളൂ. അതിപ്പോഴും കുറച്ചുള്ളത് ഞാൻ വല്ലാതെ കുട്ടികളെ ഞാൻ ഭയങ്കര സൈലന്റ് ആണ്, ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ നല്ല വൈലന്റ് തന്നെ ആയിരുന്നു. എനിക്ക് എൻ്റെതായ ദുശീലങ്ങളും അങ്ങനെ നല്ല വേണ്ടാത്ത ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് എൻ്റെതായ കുറച്ച് നിബന്ധനകളും കാരണം മാത്രമേ എനിക്ക് എന്നും കോഴിമുട്ട വേണം, സ്കൂളിൽ ചോറുണ്ട്. എന്നിട്ട് അങ്ങനെ പോവാ. അങ്ങനെ പോകുമ്പോൾ ഒന്നും മേമ്മമാരോട് ഒരു ഓംലെറ്റ് ആണെങ്കിൽ നാളെ പുഴുങ്ങി വയ്ക്കാറ്. അങ്ങനെ മേമ്മമാരത് ഏതെങ്കിലും ഒന്നൊക്കെ ആക്കിയിട്ടുണ്ട് ചോറ്റുപാത്രത്തിലാക്കി സ്ഥിരം. ഇത് സ്കൂളിലേക്ക് ഇതില്ലാണ്ട് പോരും. പിന്നെ അച്ഛൻ രാത്രി എന്ന് പലഹാരം കഴിച്ചുമ്പോൾ എനിക്കുള്ള പൊതി ഇവിടെ തന്നിട്ട് അവർക്ക് കൊള്ളും. പിന്നെ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക്. അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക്? 2 കിലോമീറ്റർ ആലോചിക്കണം. ഒറ്റയ്ക്ക് നടന്നു പോയി. ഒറ്റയ്ക്ക് നടക്കാന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരോടും പെരാമത്ത് അന്ന് സുധാകരന്റെ പ്രങ്ങളുടെ മോള് എന്ന് പറഞ്ഞാൽ പ്രേമേശ്വര മോള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെയിമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങുന്ന ചിലപ്പോൾ 4:30 വീടത്തെ 6:30 നാട്ടിലുള്ളവരോട് വിശേഷമൊക്കെ ചോദിച്ച് നാട്ടിലുള്ളവരോടൊക്കെ വർത്താനം. എൻ്റെ അമ്മ പറക്കണ കാക്കയോട് അടക്കം എൻ്റെ മോള് വർത്താനം പറഞ്ഞിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മോള് കുടുംബത്തിലേക്ക് എത്തില്ല. കിട്ടുമൂല, വീട്ടിലേക്ക് എത്തുന്നത് കറക്റ്റാ. അങ്ങനത്തെ ഒരാളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാട്ടോ, നാട്ടിലുള്ളവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവരോടും വായടിച്ചിട്ട് എന്തൊട്ട് സാധനം ഇത് അങ്ങനെയൊക്കെ പറയാം. ഭയങ്കര ചീനമുളക് അങ്ങനെയൊക്കെ കുട്ടികൾ തിരക്കുന്നത് വെറുതെ കാന്താരി മുളക് ഇത് എന്താ സാധനം അങ്ങനെയൊക്കെ പറയൂട്ടോ. പോളേട്ടൻ ഇവിടെ വരടിച്ച് പീടിയുള്ള പോളേട്ടനോടും പോളേട്ടൻ്റെ അച്ഛൻ്റെ സിൽക്ക് മണി കളിക്കുക. അപ്പച്ചനൊക്കെ മരിച്ചിട്ടുണ്ട്. സിൽക്ക് മണി കളിക്കുക, വേറെ ഒന്നും ഷെട്ടിട്ട് പോള ആൾക്കാരെങ്ങനെ സഹിച്ചിരുന്നു. അന്ന് നൈലോന്റെ ഷെട്ടി എന്ന് പറയാം, എല്ലാവർക്കും അറിയാവുന്നല്ല. അത് നല്ല മെറൂൺ ഉണ്ടാവും, കാപ്പി അല്ല നൈലോന്റെ ഷെട്ടി. അതിങ്ങനെ നല്ല കറുപ്പുണ്ടാവും, കാപ്പി കളർ ഉണ്ടാവും, ചുവപ്പ് ഉണ്ടാവും, മെറൂൺ ഉണ്ടാവും. നല്ല വെളുത്തിട്ട് വണ്ണം കുറഞ്ഞിട്ട് ഒരാളായിരുന്നു. ഇത് മാത്രം ഇട്ടിങ്ങനെ കുടുങ്ങി 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 പിന്നേക്ക് പോകും. ഷെട്ടി മാത്രമേ ഇട്ടുള്ളൂ. അതങ്ങനെയാണ് സിൽക്ക് മണി എന്നുള്ള പേര് നാട്ടിലേക്ക് വന്നത്. സരി എന്റെ 2ാമത്തെ ചേച്ചി പീടിയാകുമ്പോ ചേച്ചി പിന്നാലെ ചേച്ചി ഞാൻ കാണാണ്ട് അമ്മ പറയും, ചേച്ചി പറയും വില മേടിച്ചോണ്ടാകുമ്പോ ചേച്ചി പറയും പഞ്ചാര പാല് മിഠായി. എനിക്ക് മിഠായി കാശ് കൊടുത്ത് സരിയേച്ചി അങ്ങനെ പറയാം. അന്നൊക്കെ ഭാര്യ സിനിമ ഉണ്ട് സത്യന്റെ, ആ സിനിമയുടെ പാട്ടാണ്, ഭാര്യ സിനിമയുടെ പാട്ടാ തോന്നുന്നു. ഭയങ്കര ഓർമ്മയാണ്. അങ്ങനെയായിരുന്നു കുട്ടിക്കാലട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ അവിടുന്ന് 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ചേച്ചി കൂടെ ഒരുമിച്ചാൽ പഠിക്കാൻ പോകാം. പോകുമ്പോൾ ചേച്ചി ഭയങ്കര ദാനശീല. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യും, അമ്മ വരെ സ്പെഷ്യലും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേമ്മമാരുടെ അവിടെ ഇറങ്ങിയിട്ട് അത് മേമ്മമാർക്ക് കൊടുത്തിട്ട് മേമ്മമാരുടെ ഫുഡ് എന്തെങ്കിലും വൈകി ചോറ്റുമ്പത്തിട്ട് വെച്ചിട്ട് അങ്ങനെ പോയാൽ. അങ്ങനെ സ്പെഷ്യൽ ദിവസമാണ് ഞാൻ മാമൻ്റെ അവിടെ കയറുന്നത്. വേച്ചുണ്ട കുറെ നേരമായില്ലോ പൂവുണ്ട് അവിടെ നിന്നുള്ളതൊക്കെ നമുക്ക് കൊണ്ടുപോവാ. ഓ കഷ്ടം പോലെ സ്കൂളിൽ മാമനെ ഇടന്നിട്ട്
സരീച്ചേൻ്റെ ഉള്ളിൽ കയറി പാത്രക്കാർക്ക് സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മേമന്മാർക്ക് കൊടുത്ത് എന്നിട്ട് മേമന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി തിന്നാൻ ഷാപ്പിലെ പണി അങ്ങനെ രാവിലെ ചേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതല്ല. അപ്പം അമ്മ എന്നും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ ഫുഡാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം മാമൻ ഈ ഷാപ്പിലേക്കുള്ള വെള്ളം എടുക്കാൻ ഞങ്ങളവിടേക്ക് വരിക. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാമൻ്റെ കഴിക്കാൻ അവിടെ നിന്ന് കഴിയും, പക്ഷെ മേമന്മാർക്ക് അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ സരേച്ചി ഇതൊക്കെ കോരി പാത്രത്തൊക്കെ തുറന്ന് അവർക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ മേടിച്ചിട്ട് വരിക ചേട്ടാ. ഞാൻ ജമ്മാണ്, ഞാൻ സ്പെഷ്യലുള്ള ദിവസം ഒന്നും കേറില്ല, പക്ഷെ സ്കൂൾ വിട്ട് മഴ കയറും. അതെ, ചായ കൊള്ളി ഓർത്തതാ. ഈ കൊള്ളിയൊക്കെ ഉണക്കില്ലേ, പുഴുക്കിയിട്ട് ഉണക്കിയിട്ട് വറക്കാൻ നല്ല ടേസ്റ്റ് പണ്ട്. അതൊക്കെ ഉണ്ടാവും 4 മണിയാകുമ്പോ ചായക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങളെന്നെ തീറ്റി പോറ്റാനുള്ള യന്ത്രമായിരുന്നു. അല്ല, എന്നെ കൊറേ നോക്കിണ്ട് കേട്ടോ. എണ്ണയപ്പിക്കലും മുഴുപ്പിക്കലൊക്കെ സൂര്യമേട വയ്ക്കായിരുന്നു. സൂര്യമേന്ന് എണ്ണയക്കലും മുഴുപ്പിക്കലും ഉഷുമേമ പിന്നെ അന്ന് പഠിച്ചാണ് ഇന്ന് പഠിച്ചാണ്. പണ്ട് ഉഷുമേമ തലയിൽ എണ്ണ ഒരു കൊട്ടാഴ്ച കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അവസാനം സൂര്യമേഴ ചൂര് കെട്ടോണ്ട് ഒരു ഏറും കിട്ടും. അങ്ങനെ നല്ല കാലഘട്ടങ്ങളൊക്കെ നല്ല കാലഘട്ടങ്ങളൊക്കെയാണ്. ഇപ്പൊ കാലൊക്കെ പോയി ഇങ്ങനെയൊക്കെയായി. ആൾക്കാരെ കണ്ട പോലെ 60 രൂപ കാര്യങ്ങൾ പോകുന്നു. എന്താ പറയാ, അങ്ങനെ കുട്ടിക്കാലത്ത് എനിക്ക് കോഴിമുട്ട വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അത് എന്തൊക്കെ ഉണ്ടെങ്കിലും കോഴിമുട്ട ഇല്ലാണ്ട് സ്കൂളിലേക്ക് ഞാൻ പോവില്ല. അങ്ങനെയാ. അത് എൻ്റെ ചേച്ചി ഉണ്ട്, എൻ്റെ അമ്മേനെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ചേച്ചിക്കാണല്ലോ ബ്രെഡും ജാമും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ ചേച്ചി അമ്മ ഉറങ്ങിക്കൊന്നും ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ബ്രെഡ് ഞാൻ പാണ്ടാത്തിന്റെ ഒറ്റ അടിച്ചത്. ബ്രെഡ് ജാം എനിക്ക് ഇഷ്ടമല്ല, ഈ പോത്തിനായിട്ട് ബ്രെഡ് ജാം ഇഷ്ടം. അപ്പൊ ചേച്ചിക്ക് ബ്രെഡും ജാമും ചേച്ചി അപ്പൊ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് നല്ല ചോറ്, ചമ്മന്തി, മുട്ട ഓംലേറ്റ്, ഉപ്പേരി, അല്ലെങ്കിൽ നല്ല വെള്ളയപ്പം, കടലക്കറി, അല്ലെങ്കിൽ നല്ല ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ഇതൊക്കെയാണ് എനിക്ക് ഉച്ചത്തെ ഫുഡ് എന്നാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഇഷ്ടം. ഇപ്പൊ കുറേ ആൾക്കാർ ഇങ്ങനെ ചോറ്റുപാത്രം ഇങ്ങനെ ചോറ്. അപ്പൊ ഇന്നാള് നമ്മൾ ആരും ചോറ്റുപാത്രം ചോറിനോട് നമുക്ക് തോന്നിയില്ല. എവിടെ ഓർമ്മയുണ്ടോ? മാംഗോ ബേക്കറിയില് മാംഗോ ബേക്കറി കയറിട്ടാ. അതാ ചോറുണ്ടാൻ പറ്റാതെ എന്താണ് ബാക്കിൽ വന്നിട്ട് ആ ചേച്ചി ചോറ്റ് മാത്രമല്ല ചോറ് കൊടുത്തിട്ട് തിന്നു കഴിക്കും. പക്ഷെ ചേച്ചി കഴിക്കുമ്പോഴേക്കും അമ്മേനെ ഓർമ്മ വന്ന് ആ ചോറിന് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കണം. അതിൻ്റെ അമ്മ അങ്ങനെയാ. അതിൻ്റെ അമ്മ ചോറ് എടുത്തു കഴിഞ്ഞാൽ ചോറ് കുറേ വെള്ളം ഒഴിക്കും, എന്നിട്ട് ചോറിന് ഇങ്ങനെ വാരി കഴിക്കുക ചെയ്യാം അമ്മ. അല്ലല്ല, സത്യം പറയുന്നത് കറി കിട്ടില്ല അമ്മയ്ക്ക് ലാസ്റ്റ് ചോറൊന്നും. അല്ല അമ്മ മെയിനതാ. രാത്രി എന്താ നേരം രാത്രി 12 മണിക്ക് ചോറിന് അമ്മയ്ക്ക് എന്താ പണി? അതോണ്ടല്ല, ചോറ് ഇറങ്ങണമെങ്കിൽ ചാറുകറി വേണം. അമ്മയ്ക്ക് അങ്ങനെ ഇനി പരിപ്പ് കറി വരണോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടം ഈ മീൻകറി. അമ്മയ്ക്ക് എന്തെങ്കിലും വായിക്ക് ചോട്ടില്ല പ്രശ്നം. പണ്ടും പരിപ്പോ അങ്ങനെ കൂട്ടിയിട്ട് അമ്മ ചോറിനില്ല. ചമ്മന്തി മീൻകറിയൊക്കെ ഉണ്ടാവും, പക്ഷെ കിട്ടില്ല. ലാസ്റ്റ് അമ്മയ്ക്ക് കിട്ടിയില്ല. അമ്മ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മീൻകറി കൂട്ടുകൊള്ളി തന്നെ. പണ്ടൊന്നും അമ്മയ്ക്ക് മീൻകറി ഞാൻ കിട്ടില്ല അമ്മ കൂട്ടുന്നത്. ലാസ്റ്റ് ആ ചട്ടി ഇരുന്ന് ഒരു ഉള്ള ചോറുണ്ട്, ആ ചട്ടീൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതുകൊണ്ടാണ്, അല്ലാണ്ട് നേരല്ലാണ്ട് അല്ലെങ്കിൽ അമ്മ വെള്ളം ഒഴിച്ച് കഴിക്കുന്നത്. പണ്ട് അതിനുണ്ട് അമ്മ. അതെ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ ഉച്ചയ്ക്കായാലും രാത്രിയായാലും ചോറിനായാലും ചോറിൽ കുറേ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിങ്ങനെ വാരി വാരി കഴിക്കുക. സ്കൂളിൽ പോയി ഇന്റർവെല്ലിന് വന്നിട്ട് 4 ചോറ് അമ്മ തിന്നണ നേരം. അതെ, കറക്റ്റ് ടൈമിങ്. രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മ രാവിലത്തെ ഇന്റർവെല്ലില്ലേ, ആ നേരത്തെ അമ്മേനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ. അപ്പോൾ അവിടുന്ന് ഒരു വരവ് വന്നിട്ട് അമ്മ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ അതിന് കഴിച്ചിട്ട് ഒരു പോക്കും. അത് കഴിഞ്ഞാൽ ഉച്ചത്തെ ഊണ് കഴിക്കാൻ വരും. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു ഇന്റർവെല്ലില്ലേ, ആ നേരത്തെ 12 ആകുമ്പോൾ കൂടെ ചോറുണ്ട്. പിന്നെ മോൻ വരുന്ന അറിയണോണ്ട് അമ്മ ആ നേരത്തെ പിന്നെ ചോറുണ്ടല്ലോ. അത് പുന്നാര മോനാണല്ലോ. 10 മിനിറ്റ് അവിടുന്ന് ഓടിയിട്ട് വരും. 50 ഉള്ള ചോറ് ശരിക്കും ചോറിടാനായിരുന്നു അമ്മേനെ കാണാനായിരുന്നു. അമ്മേനെ കാണാനാവാന്നേക്ക് തോന്നുന്നു. അങ്ങനെയോ എന്താ വേണ്ട മോനെ? വെള്ളം കൂടി മൂത്രം ഒഴിക്കല്, ബാത്റൂമ് പോക്ക്, പഠിക്കാൻ ഇരുന്നുള്ള കേസാ. നാളെ ഞാൻ ടീച്ചറോട് വന്നിട്ട് പറയും. ഞായറാഴ്ചയാണ് നാളെ, മറ്റന്നാ വന്നിട്ട് പറയും. വിളിച്ചു പറയേണ്ടി വരുന്ന തോന്നലട്ടെ. ഇതൊക്കെ വെള്ളം ഒരു കപ്പില് കൊണ്ടുപോയി ഒരു വായ കുടിക്കുക, എന്നിട്ട് അത് കളയുക. അതവിടെ വെച്ചൂടെ? മൊത്തടുത്തല്ലേ ഇതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞ ഒരുപാട് അങ്ങനെ കൊറേ മെമ്മറീസ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓർമ്മ അതൊന്നും എനിക്കില്ല എനിക്ക് തോന്നി. ഇന്നത്തെ ജനറേഷൻ. പക്ഷെ എനിക്ക് എന്റെ ഓർമ്മ വെച്ച പിന്നെ ഓരോ കാര്യം എന്നിട്ട് ഞാൻ പറയുമ്പോ സരിച്ച് പറയാം,
നിനക്കിതൊക്കെ എന്തൊരു ഓർമ്മ, നീയൊക്കെ ഇങ്ങനെ ഇത് ഓർത്തിരിക്കണെന്ന് പറയും ചേച്ചിട്ടാ. അത് നമ്മുടെ കുട്ടിക്കാലം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല നല്ല വലടേത്തായാലും പേരാമംഗലത്തായാലും ഒരുപാട് നല്ല നല്ല കുട്ടിക്കാലം. വെക്കേഷനായി ഇങ്ങനെ കളിച്ച് തിമിർത്ത് നടക്കുക. തുമ്പി, രാജു, രമ്യ, സന്ധ്യേച്ചി ഉണ്ടാവും, സജേച്ചി ഉണ്ടാവും, സരേച്ചി ഉണ്ടാവും, ഞാൻ ഉണ്ടാവും. എന്തൊക്കെ പണിയാന്നറിയോ, കളിയോട് കളി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഇവരോട് വിളക്കേക്ക് വരെ പിന്നാലെ പോകണം പാമ്പ് കാലിക്ക്. എന്തൊക്കെ പണിയുണ്ട്, മിനിറ്റ് റെസ്റ്റ് ഇല്ലാത്ത പണി. അത് കഴിഞ്ഞാൽ തീല് കളിച്ചിട്ട് അടി കിട്ടും. അതായത് അരിമണി കുറച്ച് ചേർത്തേക്ക് ഒളിച്ചു കൊണ്ടു അരി കാണുന്നുണ്ട്. 2-3 ഓലക്കൊടി വെച്ചിട്ട് വറക്കില് അത്ര ബുദ്ധിയല്ല എല്ലാവർക്കും. അരി വറക്കണത് ചിരട്ടയില് അടുപ്പൊക്കെ പോട്ട് 3 കാലം അതിന് ചിരട്ടയ്ക്ക് ഓലക്കൂടി വെച്ചിട്ട് കത്തിക്കുക. ചിരട്ട എന്താണ് എനിക്ക് നല്ല നല്ല മെമ്മറീസ് ഒരുപാടുണ്ട് കുട്ടികൾക്ക്. ഇന്നിപ്പോൾ എത്ര നേരമുള്ള ഒന്ന് ചോറ്റുപാത്രത്തിന് കാര്യമായിരുന്നു. അങ്ങനെ എനിക്ക് ചോറ്റുപാത്രം തുടങ്ങിയ ഒരാളെ അനുവദിച്ചിരുന്നില്ല. അത് വേറെ കാര്യം. ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ചോറ്റുപാത്രം ഇങ്ങനെ തുറന്ന് ആദ്യം എനിക്ക് കാണേണ്ടത് ഓംപ്ലേറ്റാണ്. അത് ഭയങ്കര മണാ. അന്നത്തെ കോഴിമുട്ടയുടെ മണാണോ എന്താണോ? അല്ല, അന്നത്തെ കോഴിമുട്ടയ്ക്ക് ഭയങ്കര മണം. ഓംപ്ലേറ്റിന് ഭയങ്കര മണമായിരിക്കും കേട്ടോ. ആ ചോറ്റുപാത്രം ഓംപ്ലേറ്റ് ഒരു മരുന്ന് കുപ്പിയിലൊക്കെ പണ്ട് തൈര് വെച്ചില്ലേ, നല്ല കുപ്പിയില്ലല്ലോ, കുപ്പിയോട് അങ്ങനത്തെ ഒരു കുപ്പി തോന്നിക്കോ, കാപ്പിക്കാരുടെ കുപ്പിയില് തൈര് വെച്ചിരുന്നു. ഒരു കാര്യം കളിയാക്കണ്ടായും. സ്കൂളിൽ പോകുമ്പോഴേ 7-8 തൃശ്ശൂര് മോഡൽ കേസിലായിരുന്നു. അവിടെ പോകുമ്പോ തൈരിന്റെ പാത്രം ഉണ്ടാവും, ഉപ്പേരിക്ക് പാത്രം ഉണ്ടാവും, ചോറ്റും പാത്രം ഉണ്ടാവും, പിന്നെ അച്ചാർ അങ്ങനെ എന്തെങ്കിലും പപ്പടം കാച്ചിതൊക്കെ ഒരു പാത്രം ഉണ്ടാവും. അങ്ങനെ 3-4 പാത്രം ഉണ്ടാവും. ഇത് ശരിക്കും ആരെങ്കിലും പ്രസവിച്ച ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. 4-5 ദിവസം നിൽക്കുമ്പോ എന്നിട്ട് എന്താ പറയും, അപ്പൊ ഞങ്ങൾക്ക് ബെഞ്ച് ഉണ്ട് കേട്ടോ. ആ ബെഞ്ച് അതല്ല, പക്ഷെ ഈ ബെഞ്ചിന് പ്രത്യേകത ഉണ്ട്. എല്ലാവരും ബെഞ്ചിന് ബുക്ക് എഴുതാനല്ലോ കേട്ടോ. ഞങ്ങളുടെ ബെഞ്ചിന് അടിക്ക് ഒരു കല്ലുണ്ട് ബാഗ് വെക്കാൻ. ഒരൊറ്റ ബെഞ്ചുള്ളൂ. ഇതാണ് ഞങ്ങൾ മാറാനനുസരിച്ച് ഞങ്ങൾ അത് ആഴ്ചയിലാഴ്ച നമ്മള് ബെഞ്ച് മാറിയിരിക്കണം. ഫസ്റ്റ് ഇങ്ങനെ മാറിയിരിക്കണം. ഞങ്ങൾ പോകുമ്പോ ബെഞ്ചും കൊണ്ട് പോയി. ഈ ബെഞ്ച് ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല. ഇത് ഞങ്ങളുടെ ബെഞ്ചാണ്. ഞങ്ങൾ പോകുമ്പോ ബെഞ്ച് ബാഗിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ബാഗിരിക്കും. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇഷ്ടമില്ല. ഫ്രണ്ടിന് പോകണം, സെന്റിങ്ങിന് തരവിടെ സ്കൂൾ പോകണം. ഫ്രണ്ട് സീറ്റ് എന്താവും ഇഷ്ടമല്ല, കണ്ടോടെ. ബാക്ക് സീറ്റ് ഭയങ്കര ഇഷ്ടം. നടുവാണ് ഏറ്റവും ഇഷ്ടം. ബാക്കായാലും നോട്ടപ്പുള്ളി, ബാക്ക് നോട്ടപ്പുള്ളി അത് ശ്രദ്ധിക്കും. അപ്പൊ ഈ ബെഞ്ച് അതൊന്നും വിഷയമില്ല. നമ്മുടെ നമുക്കിത് പറയാനുള്ളത് ഏതുള്ളൂ. നമ്മള് ഫസ്റ്റ് ഓക്കെ ഡോക്ടർ ഇനി നേഴ്സ് എന്നാട്ടത് അച്ഛൻ്റെ വള്ളി ഇത്ര നേഴ്സ് എഴുതിക്കണം. അപ്പൊ അങ്ങനെ കേക്ക് ആ ചോറ്റുപാത്രം. അതായത് എനിക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ആദ്യം എന്തെടുക്കണം, ചോറ്റുപാത്രത്തിന് എടുക്കണം. എന്നാലും ബുക്കുകൾ എടുക്കാൻ ചോറ്റുപാത്രം. അപ്പൊ ഞാൻ ചോറ്റുപാത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോഴും ടീച്ചർ നേരത്തെ തുടങ്ങിയ ഒരാളാണല്ല. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇതിന്റെ അടിയിൽ മൂലയിൽ വെക്കും. എന്നിട്ട് എന്തെങ്കിലും നല്ല മണമുള്ളതൊക്കെ ആണെങ്കിൽ ഇടയിൽ എടുത്തിട്ട് ഇതിന്റെ വാരി എടുത്തിട്ട് അടച്ചവിടെ വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം. ചോറ്റുപാത്രത്തിൽ ചോറ് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? കാരണം ഞങ്ങൾക്ക് തൃശ്ശൂർ പോകാണ്ട്. അപ്പോൾ അതേ നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മളൊരു പൊതിച്ചോറ് ചോറ്റുപാത്രത്തിലെ ചോറ് കാണുമ്പോൾ മെയിനായിട്ട് കുറച്ച് പരിപ്പ് ഉപ്പേരി വയ്ക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഷെബിക്ക് ഉപ്പേരികളിൽ വേറെ ഉപ്പേരികളൊന്നും അങ്ങനെ ഷെബി കഴിക്കില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് ഉപ്പേരി വയ്ക്കണത് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചീര ഉപ്പേരി, ഞങ്ങൾ എല്ലാ ഉപ്പേരികളും കഴിക്കും. ഞങ്ങൾക്ക് ചീരയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഷെബിക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പരിപ്പ് ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് ഒരു പിടി പരിപ്പ് വേവിച്ചു, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു. അതിലേക്ക് നമ്മൾ ഉപ്പേരി കാച്ചു. ഒരുപാട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞില്ല. പിന്നെ അടുത്തത് ഞാൻ ചീര ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് വറ്റൽമുളകും പച്ചമുളകും ചുവന്നുള്ളി, ഒരു പെട്ടി ചുവന്നുള്ളി അരിഞ്ഞു കേട്ടോ. പിന്നെ അത് വാടി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തോളം കുത്തിയ മുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നാളികേരം. കുത്തിമുളക് ഒരുപാടൊന്നും മൊരിയേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നാളികേരം ഇട്ടു. അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് ചീര അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീരയിൽ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് മൂടി വെച്ച് വയ്ക്കുക. പിന്നെ തുറന്ന് വെച്ചിട്ട്
നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരപ്പേര് റെഡി. അപ്പുറത്ത് നമ്മൾ നാളികേര ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. നാളികേര ചമ്മന്തിക്ക് ഏറ്റവും ടേസ്റ്റ് മുളക് ചുട്ടെടുത്ത ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തിയിൽ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് ചമ്മന്തിയിൽ ഇഞ്ചി ചേർക്കും. പക്ഷേ എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഒന്ന് ഏറെ കുറേ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് അങ്ങനെ ഇഞ്ചി ചേർക്കുന്ന പരിപാടി കുറവാണെന്നാണ് തോന്നുന്നത്. എൻ്റെ വീട്ടിലുമില്ല, എൻ്റെ വീട്ടിലുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വറ്റൽമുളക് ഇട്ടു. പിന്നെ എനിക്ക് ഒരു പിടി ചുവന്നുള്ളി ഒന്ന് വറുത്തെടുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി വറുത്തൊന്ന് കോരി മാങ്ങ ഇട്ടു, കുറച്ച് ഉപ്പിട്ട് അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങ ചമ്മന്തി സെറ്റാണ് കേട്ടോ. നല്ല പുളിയും എരിവും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതേ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചു. നമ്മൾ മിക്സിയിലാണെങ്കിലും തുള്ളി പോലും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ ഈ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പറഞ്ഞു അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ ഒന്നും വേണ്ട, തൂട്ടി ചോറിനതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്ത സ്ഥിതി ചമ്മന്തി ഇതാക്കിയിരിക്കും. പിന്നെ രാവിലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തുണ്ട് ആപ്പിള കഴിച്ച് 7 കോഴിമുട്ട പുഴുങ്ങി. 2 എനിക്ക് തിന്നാം, എല്ലാവർക്കും ഓരോത്തിന്. പക്ഷേ ഇവിടെ വൈറ്റൊക്കെ പിള്ളേരാണ് തിന്നു. പിന്നെ ഉണ്ണി മാത്രം ബാക്കി. അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പട്ടിണിയായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തരി ചോറ്, പക്ഷേ ഉച്ചയ്ക്കും ഈ നേരത്തൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. രാത്രിയാണ് ഒരു 2 ഉരുള ചോറും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പൊതിച്ചോറായാലും സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറായാലും മുട്ട ഓംപ്ലേറ്റ് നിർബന്ധം. പിന്നെ നമ്മുടെ വീട്ടിൽ മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. മീൻ വറുത്തതോ ചിക്കൻ കറിയോ തലേദിവസം എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ചിലവർ കൊണ്ടുപോയില്ല, ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചീരപ്പേരിയായി, മുട്ട ഓംപ്ലേറ്റായി, പരിപ്പുപ്പേരിയായി, മീൻ വറുത്തതായി, അച്ചാറുണ്ട്, മാങ്ങ ചമ്മന്തി ഉണ്ട്. പിന്നെ ഇന്നലെ നമ്മളുണ്ടാക്കിയ ചെറുപ്പയറും മത്തങ്ങയും എരിശ്ശേരി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു കറി ആരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ചോറ്റുപാത്രം ചോറിന്. പക്ഷേ ആഗ്രഹം എനിക്കാണ്, ഞാൻ കൊണ്ടുപോകണമെന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവർക്കായിട്ട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും, അതാണ് കാര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ചോറ്റുപാത്രം ഞാൻ എലിശ്ശേരി ഇടാൻ മറന്നിട്ട് ബാക്കിയൊക്കെ ഇട്ടെടുത്ത് വെച്ച് പിന്നത്തെ ചോറ്റുപാത്രത്തിൽ ഇടുമ്പോൾ ഈ എലിശ്ശേരി ഇട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ. പിന്നെ വീണ്ടും കുറച്ചേശ്ശെ ചോറിടണുള്ളൂ കേട്ടോ. ചെമ്മീനച്ചാറ് ഇട്ടു, പിന്നെ ചീരപ്പേരി വെച്ചു. കുണിക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവർ ഈ പൊതിച്ചോറിലും ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കറികളും കൂട്ടും. അല്ലെങ്കിൽ വീട്ടിലാകുമ്പോൾ അവർക്ക് അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ വേണ്ട പറയും. പക്ഷേ ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്താണെന്ന് അറിയും, ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ചീര ആയാലും ഇതൊന്നും മക്കൾ കഴിക്കില്ലെങ്കിൽ ഇതൊക്കെ അവരുടെ ശരീരത്തിൽ കയറും. പൊതിച്ചോറ് ഉണ്ടാക്കി കേട്ടോ, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെ അച്ചാറുണ്ടെങ്കിലും ഒരു തരി നാരങ്ങ അച്ചാറിട്ട് അതൊരു വേറെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് അതിനായിട്ടുള്ള പൊതിയാണ് ഞാൻ നേരത്തെ പൊതിഞ്ഞത്. ഇത് ഷെബിക്കും പൊന്നിനും വേണ്ടിയിട്ടാണ് അവർക്ക് രണ്ടാം കൂടിയിട്ട് ഒരു പൊതിച്ചോറിട്ട. അത് പൊന്നു ഷെബിക്ക് വാരി കൊടുക്കലാണ് ഇന്ന് പതിവ്. പക്ഷേ സത്യത്തിൽ ഇന്നലെ ഒറ്റയ്ക്ക് കഴിക്കണ വീഡിയോ കോൾ ഇതിപ്പോൾ കണ്ടത്. അപ്പോൾ നാരങ്ങച്ചാറും ചെമ്മീനച്ചാറും എരിശ്ശേരിയും പിന്നെന്താ ചീരപ്പേരും പരിപ്പും മീൻ വറുത്തതൊക്കെ വെച്ചു. അങ്ങനെ അടുത്ത പൊതി സെറ്റ്. അടുത്ത പൊതി കുഞ്ഞ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വീട്ടിൽ പൊതിഞ്ഞ് വെച്ചോട്ടെ ഒരു പൊതിച്ചോറ്. ഞങ്ങൾ പോണത് ഷെബീര വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാട്ടോ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയില്ല, ബ്ലോക്കും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലത്തെ പെരുന്നാൾ കാണാമെന്നില്ല ചേട്ടാ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പെരുന്നാളാട്ടെ വരടിയത്ത് പൂരത്തിന്റെ ഫ്ലക്സ് ഉണ്ട്. പൂരം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി 9 എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത വരടിയും പൂരാണ്. ജനുവരി 26 എന്ന് പറഞ്ഞാൽ നമ്മുടെ വരടി നാട്ടിലെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ 25, 26 ആട്ടെ പെരുന്നാൾ. ഇപ്പോൾ 25 രാത്രി ഞങ്ങൾ നെസ്റ്റോരൊക്കെ പോരുമ്പോൾ ഞാൻ ഏട്ടോട് ചുമ്മാ തന്നെ നമുക്ക് രാത്രി പെരുന്നാളിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനേട്ടം അതുകൂടെ കൊണ്ടുവന്നു എന്നെ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അറിയില്ല ഇത് എത്രത്തോളമാണ് ഈ പെരുന്നാളിൻ്റെ ഒരു ആഘോഷം. നമ്മൾ നാടൊക്കെ വിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം അറിയാം. സത്യം എനിക്ക് സംസാരിക്കാൻ വയ്യ, ഭയങ്കര തലവേദന, മൈഗ്രേൻ്റെ തലവേദന തോന്നുന്നു, ഭയങ്കര തലവേദന. എന്നാലും ഹാപ്പി. വീട്ടുള്ളൊക്കെ ലൈറ്റ് വയ്ക്കും, എന്ത് രസം. ഞങ്ങളുടെ നാട്ടിലെ പെരുന്നാൾ ആനപ്പെരുന്നാളല്ല കേട്ടോ, അമ്പ് പെരുന്നാളാണ്. നമ്മുടെ വീട്ടിലൊക്കെ അമ്പ് കയറ്റിയിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ എല്ലാ വർഷവും അമ്പ് കയറ്റും, അമ്പ് പെരുന്നാൾ. അങ്ങനെ എത്തുമ്പോഴേക്ക് ഉറങ്ങും. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഫുഡ് ചോറുണ്ട് കേട്ടോ. ശാപം എവിടെ നിർത്തുമ്പോ വെളിച്ചം വേണ്ടേ? ഭാഗത്തുള്ള ചോറ് പൊന്നിന് കൊടുത്തു വെച്ചല്ലേ. ചോറുണ്ട് പുതിയ പൊതിച്ചോറിന്റെ ആൾക്കാരാണ് കേട്ടോ. ഉണ്ട്, എന്തൊക്കെയാന്ന് നമുക്ക് അറിയില്ല. നാരങ്ങച്ചാറ്, ചെമ്മീനച്ചാറ്, മീൻ വറുത്തത്. എന്തൊരു നല്ല മണശ്വരാ.
ഉണ്ണി ഇഷ്ടത്തിന് 4 വായി കഴിച്ചു നോക്കിയാൽ തരണോണ്ടല്ല ഉണ്ണിക്കത് എല്ലാം കൂടി കഴിക്കണം അങ്ങനെ പറ്റുള്ളൂ. ചമ്മന്തി എവിടെ കഴിച്ചോക്കെ ഉപ്പേരിയുടെ ഭാഗത്തുനിന്ന് കയ്യമായ നല്ല പോവില്ല. ഇവിടെ കുണുക്ക എവിടെയാ? കുണുക്കാൻ പൊന്നിൻ്റെ കൂടെ വണ്ടിയിൽ പോയിട്ടാ. അപ്പം ഞാൻ പറഞ്ഞത് എന്തോ പറഞ്ഞു മറന്നു. എന്തോ പറഞ്ഞു പൊതിച്ചോറ് 4-5 ദിവസമായിട്ട് പൊതിച്ചോറ്. പക്ഷെ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവും ചേട്ടാ പൊതിച്ചോറ്. ഇന്നലിപ്പോൾ എന്തൊക്കെ കറികളാണെന്നറിയോ അത് പറയാമെന്ന്. ഇന്നലെ ഉണ്ടാക്കിയ ശരിയില്ലേ നമ്മുടെ ചെറുപ്പയർ മത്തിയും ഒറ്റ കേടും ചേട്ടൻ നോക്കിയും അതുണ്ട്. പരിപ്പ് ഉപ്പേരി ഉണ്ട്, ചീര ഉപ്പേരി ഉണ്ട്, മാങ്ങ ചമ്മന്തി ഉണ്ട്, നാരങ്ങച്ചാറുണ്ട്, ചെമ്മീൻ അച്ചാറുണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, മീൻ വറുത്തതുണ്ട്. 8 തരാം. അമ്മ ഉണ്ടാക്കിയത് സൂപ്പറാന്ന് പറയാൻ പാടില്ല. എന്താ പറയാൻ പാടില്ല. ആൾക്കാര് പറയാ സൂപ്പറല്ല ഇങ്ങോട്ട് വെറുതെ പറയാന്ന്. പറഞ്ഞു നോക്കി സൂപ്പറാണോ? എന്താ ആൾക്കാർ ഇങ്ങനെ പറയണ? അല്ല പിന്നെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. മുന്നാ നമ്മളെ എത്ര ഹോട്ടലിൽ നിന്ന് ഇപ്പൊ ഒരു നേരത്തെ ഫുഡ് കഴിക്കണം നമുക്ക് ഒരു 1000-2000 സത്യം ഹോട്ടലിൽ ചെലവാകും. ഈ ടേസ്റ്റ് കിട്ടും സത്യം. ഞങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അവർക്ക് 2 ചോറ്റും പാത്രത്തിലെ ചോറും ഒരു പൊതിച്ചോറും പൊന്നിന് കൊടുത്ത് വെച്ചു. അവരെത്തിണ്ടാവും. എത്തിണ്ടാവില്ലേ? ചോദിച്ചോട്ടാ. പാവന്റെ കുടുംബം അവരുടെ വരും. അപ്പൊ എന്താ